ജനങ്ങൾക്ക് എന്ത് കരുതണം എന്ന് ഞാൻ പറയില്ല, അത് ജനങ്ങൾ തന്നെ കരുതട്ടെ അഭിലാഷേ. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ ഞാനും താങ്കളോട് യോജിക്കും. ആ പോരാട്ടം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ UGC ചട്ടങ്ങൾ പാലിക്കണമോ, രാജ്യത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാഷ്ട്രീയത്തിൽ നിന്നും മോചിപ്പിക്കണമോ, മെറിറ്റ് ആയിരിക്കണമോ, പൊളിറ്റിക്കൽ എൻറ്റിറ്റികളെ തിരികെ കയറ്റലായിരിക്കണമോ, ചാൻസലർ പോലുള്ള സുപ്രധാനമായ പദവികളിൽ അത്തരത്തിലുള്ളൊരു തുറന്ന ചർച്ച ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ തലവൻ, ഭരണത്തലവൻ എന്ന നിലയ്ക്ക് ഗവർണറും അദ്ദേഹത്തോടൊപ്പം സംസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹവും തമ്മിൽ കൂടിയിരുന്ന് ആലോചിക്കേണ്ടതായിരുന്നു. പകരം കേരളത്തിൽ ഉണ്ടായത് എന്താണ്? വളരെ അല്പം വൈകിയാണെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉദിച്ച നല്ലൊരു ബുദ്ധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇതിനെ അവകാശവാദം കോൺഗ്രസ് എന്താണ് പറയുന്നത് എന്ന് നമ്മളെ അലട്ടുന്നേ ഇല്ല അഭിലാഷേ. ഞാൻ ഒരു കാര്യം താങ്കളുടെ മുമ്പാകെ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കട്ടെ. നോക്കൂ, കേരളത്തിൽ ഗവർണറുടെ ഡാഷിൻ്റെ വകയല്ല സർവകലാശാലകൾ എന്ന് പറയുകയും കുട്ടിക്കൊരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന തരത്തിൽ കേരളത്തിലെ സർവകലാശാലകളെ കലാപ കലുഷിതമാക്കുകയും തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഗവർണർമാരെ രാഷ്ട്രീയവും ഭീഷണിയും കൊണ്ട് വരുതിയിൽ നിർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കേരളം ഇക്കാലം അത്രയും നേടിയത് എന്തായിരുന്നു എന്ന് അഭിലാഷെ നമ്മൾ ഈ തരുണത്തിൽ ചിന്തിക്കണ്ടേ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ നിലവാര തകർച്ച, കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരും മറ്റുള്ളവരും രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ട് മെറിറ്റിനപ്പുറത്തേക്ക് രാഷ്ട്രീയ താല്പര്യം കേരളത്തിലെ 10 സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ ഇല്ല. ഒരു ഭാഗത്തു നിന്നല്ല, ഗവർണർക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകളെ നിയോഗിക്കണം, സർക്കാരിന് താല്പര്യമുള്ള ആളുകളെ നിയോഗിക്കണം. ഈ തർക്കത്തിലാണ് ഏകപക്ഷീയമായി ഒരു ഭാഗത്തു നിന്നുകൊണ്ടല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ക്രൈസിസ് ഉണ്ടായത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴങ്ങാതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചക്കളത്തിപ്പോരിൽ ഏർപ്പെട്ടപ്പോൾ അതിന് നഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടായത് വിദ്യാർത്ഥികൾക്കാണ്, സർവകലാശാല വിദ്യാർത്ഥികൾക്കാണ്.